നടിയും അവതാരകയുമായ പേളി മാണിയും നടി മെറീന മൈക്കിളും തമ്മിലുള്ള വിവാദങ്ങളാണ് ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പേളിക്കെതിരെ ഗുരുതരമായ ആരോപണവുമായിട്ടാണ് മെറീന രംഗത്ത് വന്നത്. ഇതിനു മറുപടിയുമായി പേളിയും വന്നു. എന്നാൽ പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകളാണ് പിന്നീട് നടന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹാസങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഒരു വിഭാഗം പേളിയെ അനുകൂലിക്കുകയും മറുവിഭാഗം മെറീനയെ അനുകൂലിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഇരുവരും ഒരുപോലെ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമണത്തിനും ഇരയാകുകയാണ്. പേളിയുടെ പോസ്റ്റുകൾക്കും വീഡിയോകൾക്കും ഒക്കെ താഴെ വളരെ മോശമായ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു പുറമെ പല യൂട്യൂബ് ചാനലുകളിലും പേളി മാപ്പ് പറയണമെന്ന് തുടങ്ങിയുള്ള ആവശ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഇതിനൊപ്പം മെറീനയെയും ചിലർ പരിഹസിക്കുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെ നടി പങ്കുവച്ച ചിത്രങ്ങൾക്ക് താഴെയാണ് ചിലർ പരിഹാസ രൂപേണയുള്ള കമന്റുകളുമായി എത്തിയത്. പേളി മാണിയെ കുത്തിപ്പറഞ്ഞിട്ട് 10 പേര് അറിഞ്ഞ നടി എന്നാണ് ഒരാൾ മെറീനയുടെ പോസ്റ്റിനു താഴെ വന്ന് കമന്റിട്ടിരിക്കുന്നത്. ഈ കമന്റ് ശ്രദ്ധിക്കപ്പെട്ടതോടെ അയ്യേ അയ്യേ എന്ന് പരിഹാസ രൂപേണയുള്ള മറുപടിയും മെറീന നൽകി. എന്നാൽ നടിയുടെ ആരോപണം ശരിയായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. പേളി ഇങ്ങനെ ചെയ്തു, അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഈ മെറീന പറയുന്നതല്ലേ, അല്ലാതെ തെളിവൊന്നും തന്നിട്ടില്ലല്ലോ. ഇനി ഇതൊക്കെ സത്യമാണെങ്കിൽ അന്ന് തന്നെ മെറീന പേളിയോട് ചോദിക്കണമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പേളിയുടെ കല്യാണത്തിനും പോയല്ലോ. കല്യാണത്തിന് വലിയ വിളി ചെറിയ വിളി എന്നൊക്കെയുണ്ടോ? എല്ലാം മറക്കാൻ കല്യാണത്തിന് പോയെന്ന് ഇവർ പറയുന്നു. എന്നിട്ട് ഇവർ തന്നെയല്ലേ അത് മറക്കാതെ ഈ ഇഷ്യൂ ഇപ്പോൾ എടുത്തു പൊക്കിയത്? അതിലെന്താ ലോജിക്ക് എന്നാണ് ആരാധകരുടെ ചോദ്യം. പേളി മെറീന പറഞ്ഞതുപോലെ ആ ഷോയിൽ നിന്ന് മാറിയെങ്കിൽ തന്നെ ന്യായം പേളിയുടെ ഭാഗത്താണ്. കാരണം പേളി പറഞ്ഞത് ഷോ പ്രൊഡ്യൂസറുടെ അടുത്താണ്, അല്ലാതെ ഇവർ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ അല്ല. പിന്നെ ചുരുണ്ട മുടി മോട്ടിവേഷണൽ സ്പീക്കർ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറയുകയാണ് പേര് പറയുന്നില്ലെന്ന്. പിന്നെ ഇവർ തുടങ്ങിയ പ്രശ്നം പേളി എന്തിന് പറഞ്ഞു തീർക്കണം? പേളിക്ക് പറയാനുള്ളത് ഡീസൻ്റായി പറഞ്ഞു തീർത്തിട്ടുണ്ട്. മെറീന ഇതിനു മുമ്പ് മറ്റെന്തോ വിഷയത്തിലും വേറൊരു നടിയുമായിട്ടും ഈഗോ പ്രോബ്ലം ഉണ്ടായ കാര്യം പറഞ്ഞിരുന്നല്ലോ. മെറീന കാറിൽ ഇരിക്കുന്നത് കണ്ടതോടെ ആ കാറിൽ കയറാതെ പോയതും കാരവാൻ ഇഷ്യൂ ഒക്കെ നടി പറഞ്ഞിരുന്നു. ഈ പുള്ളിക്കാരിക്ക് ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞ് നടക്കലാണോ പണി? 7 വർഷത്തോളം പ്രതികാരം മനസ്സിൽ വെച്ച് നടക്കുക, എന്നിട്ട് അത് മറ്റുള്ളവർക്ക് സോഷ്യൽ ബുള്ളിങ് ചെയ്യുന്നത് കണ്ട് എൻജോയ് ചെയ്യുക. എന്നാൽ ചില്ലറ ഈഗോ അല്ല പുള്ളിക്കാരിക്ക്. പേളി ഹേറ്റേഴ്സ് ബിഗ് ബോസിന് ശേഷവും അതിനു മുമ്പും ഉണ്ട്.